എടാ പിന്നെ നീ ഇപ്പൊ എവിടെയുള്ളേ? ശംഖു എവിടാന്ന്? ഖത്തറോ? നീ നാട്ടിലേ വാ, നാട്ടില് ബിരിയാണി ഉണ്ട്, അംഗനവാടി ബിരിയാണി കിട്ടും. ബിരിയാണി ബിർണാണി. എടാ ബിർണാണി കിട്ടും, ബിർണാണി. ജൂലൈയിൽ വരുമെന്ന് ഹാപ്പി ബർത്ത്ഡേക്ക്. ആണോ? ആ പക്ഷേ ചിക്കൻ ബിരിയാണി ഇല്ല, മുട്ട ബിരിയാണി ഉണ്ട്, മുട്ട എഗ് ബിരിയാണി. അത് മതിയോ? ബിരിയാണി മതി. മതിയോ? മുട്ട വേണ്ടേ? ഒരു മുട്ടയും തിന്നിട്ടില്ല. ഞാൻ 5 മണായി. എടാ നീയല്ലടാ അന്ന് ചിക്കൻ കുറെ തിന്ന അവിടുന്ന്. അല്ല, ചിക്കൻ തിന്നും, മുട്ട തിന്നത്തില്ലെന്ന്. മുട്ട തിന്നൂലേ നീ? അങ്ങനൊന്നും എടാ നിനക്കേ നല്ല പോലെ നോക്കി കാര്യം പറ. എടാ ത്രിജിലേ എന്തോ വിളിയേക്ക്. എന്റെ വീടിന്റെ പേര് വരുമാനുണ്ട്. നിനക്കേ മമ്മൂട്ടിയെ കണ്ട ഓർമ്മ ഉണ്ടോ? അന്ന് നമ്മള് പാട്ട് പാടിയ സ്റ്റേജിൽ പാട്ട് പാടിയില്ലേ? ഉച്ചിക്കെട്ടി പാടോ? അന്ന് പാടുത്താ ഉച്ചിക്കെട്ടി പാടോടി പണ്ടപ്പം ചുട്ടോടി എനിക്കോടൊന്നും തന്നോടി ഞാൻ ചുടുമ്പോ വന്നാടി. ഇത്രയുള്ളൂ? നിന്നെ പിന്നെ മമ്മൂട്ടി വിളിച്ചാ? മമ്മൂക്കയുടെ നമ്പറൊന്നും മമ്മൂക്ക തന്നെ, ജസ്റ്റ് ഒന്ന് ഞങ്ങളെ നിർത്തിയതേ ഉള്ളു. മമ്മൂക്ക് നമ്പർ തന്നില്ലേ? നീ എന്നെ പിന്നെ വിളിച്ചാ? ഞാൻ അമ്മയെ വിളിച്ചു ചോദിക്കും നീ എന്താക്കുന്ന സുഖല്ലേന്നൊക്കെ. നീ എന്നെ വിളിച്ച് അന്വേഷിച്ച? പിന്നെ ഞാനിവിടെ കഴിഞ്ഞ ദിവസം പോയിരുന്നു വീട്ടില്. ഞാൻ അമ്മാമ്മയെ കണ്ടു, അച്ഛമ്മയെ കണ്ടു. ഇടിച്ചു പൊട്ടിക്കും വീടെല്ലാം. കള്ളച്ചക്ക നീ എന്നാ വരും? വന്നിട്ട് എന്നാ വരുന്നേന്ന്? ജൂലൈ ഹാപ്പി ബർത്ത്ഡേക്ക് വരുമെന്ന്. ആണോ? എന്നാ ഹാപ്പി ബർത്ത്ഡേ എന്നാ? എടാ പിന്നെ ഇവിടെ ജൂലൈ 7 കാണാം. പിന്നെ ഇവിടെ മുട്ട ബിരിയാണി ഉണ്ട് അംഗനവാടിയില്, പിന്നെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ട്. എനിക്ക് ചിക്കൻ ബിരിയാണി മതി, മുട്ട ഒന്നുമില്ലാത്ത. ചിക്കൻ ബിരിയാണി വേണല്ലേ? ഇല്ലാത്ത പൊരിച്ച കോഴി വേണല്ലേ? അംഗനവാടിയിൽ ബിരിയാണി കൊടുക്കണമെങ്കിൽ ആരാ പറയണ്ടേ? ആരാ മിനിസ്റ്റർ? ആരാ മന്ത്രി? അല്ല മന്ത്രിപൂരം പറഞ്ഞിട്ട് കാര്യമില്ല. വീണ ജോർജിനെ പറയണം നമുക്ക്. വീണ ജോർജിനോട്. അപ്പൊ നമ്മൾ വീണ പറയാ ഞങ്ങൾക്ക് മുട്ട ബിരിയാണി വേണ്ട, ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി വേണമെന്ന് പറയാം. ഓക്കെ? ചിക്കൻ ബിരിയാണി കറിയൊന്നും വേണ്ട. കറിയും വേണ്ട, എല്ലാം വേണ്ട അല്ലേ? എടാ നിനക്ക് മുട്ട ബിരിയാണി വേണോ? നിനക്ക് വെജ് ബിരിയാണി വേണോ? അപ്പൊ ഇപ്പൊ നീ എന്തൊക്കെയാ പറയണേ? പോട്ടെ, ഞാൻ നീയേ ജൂലൈ കാണാട്ടോ. ജൂലൈ ഹാപ്പി ബർത്ത്ഡേ കാണാം. കേക്ക് വാങ്ങാം. കേക്ക് ഉണ്ടാവും, മുട്ട എഗ് ബിരിയാണി ഉണ്ടാവും, വെജ് ബിരിയാണി ഉണ്ടാവും അംഗനവാടിയില്. ഓക്കെ? കേട്ടില്ല? ചിക്കൻ ബിരിയാണി മതിയോ? അപ്പൊ നമുക്ക് വീണ ചേച്ചിയെ പറയാ ചിക്കൻ ബിരിയാണി വേണം കേട്ടോ. തരങ്ങൾ പോട്ടെ. ബിർണാണി ടാറ്റ. ഒരു ഉമ്മ തന്നു പോ. ടാറ്റ.
ശംഖു നാട്ടിലില്ല. അതെ, ശംഖു നാട്ടിലില്ല, ഖത്തറിലാണ്. എന്തായാലും മുട്ട ബിരിയാണി മുട്ടയൊന്നും പോരാ, കോഴി തന്നെ വേണം. അത് എല്ലില്ലാത്ത, അതെ എല്ലില്ലാത്ത പൊരിച്ച കോഴി വേണം എന്നതൊക്കെയാണ് ആവശ്യം. ഹരീഷും ഹരികൃഷ്ണയും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരീഷ്, കുട്ടിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ചിക്കൻ വേണം, കോഴി പൊരിച്ചത് വേണം, എല്ലില്ലാത്തത് വേണം എന്നതൊക്കെയാണ്. മുട്ട വേണ്ട, മുട്ട ബിരിയാണി വേണ്ട എന്നാണ് പറയുന്നത് അല്ലേ? രതീഷേട്ടാ, സന്ധ്യ, ഹരിയേട്ടാ, ആകെ പ്രശ്നം മൊത്തം ഭക്ഷണമാണ്. അതായത് ഇതിപ്പോ മൊത്തം ആശങ്കയായി. അതായത് ആശ ലൈവ് നിൽക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ പോഷകാരമായ ഫുഡ് കൊടുക്കാന്ന്. പക്ഷേ ഒന്നും വേണ്ട, ചിക്കൻ എല്ലില്ലാത്ത പൊരിച്ച കോഴിയുടെ ബിരിയാണി വേണം, നിർബന്ധമാണെന്നൊറ്റ കർശനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെ, ഇത് മുട്ട വേണ്ട, മുട്ട ബിരിയാണി വേണ്ടെന്നങ്ങ് തീർത്ത് പറയാം, ചിക്കൻ ബിരിയാണി മതി. നോ കോംപ്രമൈസ് വിഷയത്തില്. അപ്പൊ അതാ വിഷയം. അപ്പൊ ഇവിടെ ഇല്ല, ഖത്തറിലാണ്. അച്ഛൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ ഒരു വെക്കേഷൻ വേണ്ടി പോയതാണ് ആള്. ശരിക്കും പേര് എല്ലാവരും ശംഖു എന്നാണ്, ശരിക്കുള്ള പേര് ത്രിജിൽ എന്നാണ് പേര്. ത്രിജിൽ ഒരു കുറെ വെറൈറ്റി പേര് ഫെസ്റ്റിവലിന് വന്നിരുന്നല്ലോ. നമ്മുടെ ബിരിയാണി ഫെസ്റ്റിലാണ് ആശാൻ കൂടെ ക്ലിക്ക് ആവുന്നു. നമ്മൾ മറ്റേ ഭയങ്കര വൈറലായി മാറുന്നു ആശാന്റെ പെർഫോമൻസും. ഈ ബിരിയാണി അങ്കണവാടിയിൽ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് കാര്യമായി തന്നെ നമ്മുടെ ഫെസ്റ്റിവലിൽ വന്ന് പറയുകയും ചെയ്തു. മമ്മൂക്ക എടുത്ത് പോയി പറഞ്ഞു. മമ്മൂക്ക പോലും ആകെ ഞെട്ടിപ്പോയി. ആ വേദി വെച്ച് മിഥുൻ ചേട്ടൻ ഉണ്ടായിരുന്നു, മമ്മൂക്ക ഉണ്ടായിരുന്നു. ആ വേദി വെച്ചിട്ട് പറഞ്ഞ ഒറ്റ ഡയലോഗേ ഉള്ളൂ, ബിരിയാണി വേണം. ബിർണാണി, ബിരിയാണി അല്ല ബിർണാണി. ഭാഷയിൽ തന്നെ പറയണം, ബിർണാണി. അപ്പം ഇതിലിപ്പോ വിഷയിച്ചാല് മന്ത്രി അപ്പൂപ്പനും ഒരു പരിധി വരെ തൊട്ടപ്പുറത്ത് വീണ ചേച്ചിയെ വിളിക്കുക. വീണ ചേച്ചി ഇത് പറ്റില്ല, ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ. നിലപാടിൽ ചിക്കൻ എല്ലില്ലാത്ത പൊരിച്ച കോഴി ബിരിയാണി വേണം, നിർബന്ധമാണ്. പക്ഷേ ഹരീഷ്, അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് പറയാൻ പറ്റില്ല. ശരിയാണ്, ആവശ്യമൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, കൊച്ചു മനസ്സാണ്. പക്ഷെ അവർ ഒരുപാട് പഠിച്ച് ബിരിയാണി വേണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം പുലാവ് പിന്നെ ബിരിയാണി മുട്ട ബിരിയാണിയാണ് വെച്ചേക്കുന്നത്. അത് കൂടാതെ തന്നെ പുലാവ്. പക്ഷെ പറയുന്നുണ്ട് മുട്ട വേണ്ട, ഞാൻ മുട്ട കഴിക്കില്ല. എല്ലാം നിലപാട് മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. മന്ത്രി ശംഖു ആദ്യം പറഞ്ഞ കാര്യം പരിഹരിച്ചിട്ടുണ്ട്, ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ പറയുന്ന ചിക്കന്റെ കടുംപിടുത്തം എങ്ങനെ മുമ്പോട്ട് പോകുന്ന എനിക്കറിയില്ല, സത്യം കണ്ടറിയേണ്ടി വരും. പക്ഷേ ആ സംസാരം ഭയങ്കര സംസാരമാണല്ലോ. കാര്യം എല്ലാം തുറന്നു വരുന്ന ബിർണാണി വേണം, എനിക്ക് വേണ്ട മുട്ട വേണ്ട, എനിക്ക് ബിർണാണി വേണം. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ ജസ്റ്റ് വിളിച്ച സമയത്ത് എന്നോട് ആദ്യം പറഞ്ഞ് മാമ എന്ന് കൈ കാണിച്ചു. പിന്നെ ഫോൺ ജസ്റ്റ് കട്ടായിപ്പോയി. പിന്നെ വിളിച്ചപ്പോൾ ആശാൻ എന്നെ ഓർമ്മയില്ല. അങ്ങനെ ഒരു ആശാനൊരു രസമുള്ള ക്യാരക്ടർ. അന്നത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഓർത്തെടുത്തു അതോടെ? അയ്യോ അത് അന്ന്. പക്ഷേ മമ്മൂക്കയെ ഓർമ്മയുണ്ടോ ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞ് മമ്മൂക്കയെ ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ മമ്മൂക്കയെ കുറിച്ച് ആ പാട്ട് പാടാൻ പറഞ്ഞു. മമ്മൂക്കയെ പാട്ട് വേദി വെച്ച് പാടി, അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നും ആ പാട്ട് പാടി തന്നു. പക്ഷേ ഇന്ന് ജസ്റ്റ് മോഹൻലാൽ ഫാനായി തോന്നുന്നു. കുറച്ച് ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ച് കഥ പറയുന്നുണ്ട്. ആശ അപ്ഡേറ്റ് ആണ് കാര്യത്തിൽ, എല്ലാ തരത്തിലും. വീണ ജോർജ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു, അതൊക്കെ പറയുന്നുണ്ട്. ഇനി എപ്പോഴാണ് മിനിസ്റ്ററോട് പോയി ഒരു ആവശ്യം പറയുക, ചിക്കൻ ബിരിയാണി തന്നെ വേണം എന്ന ആവശ്യം എപ്പോൾ പറയും എന്നുള്ളത് അറിയില്ല അല്ലേ? ജൂലൈ 7-ാം തീയതിയാണ് പിറന്നാൾ. ആ പിറന്നാൾ ദിവസം വരും. അന്ന് കേക്ക് ഞാൻ വാങ്ങിക്കൊണ്ടേ കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ചിക്കനും ചോദിക്കും, ചോദിക്കും. അപ്പോൾ ചിക്കനും ഞാൻ ഇപ്പോൾ ഹരിയുടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മൾ ചിക്കനും വാങ്ങാം, കുറച്ച് പിന്നെ ഒരു കേക്കും വാങ്ങി പോയി കാണണം, അവനെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കഥകളൊക്കെ. പക്ഷെ അവൻ്റെ ബിർണാണി എത്രത്തോളം ബിർണാണി ഓക്കെയാണ്, പക്ഷേ ചിക്കനും എല്ലില്ലാത്ത ചിക്കനൊക്കെ കൊടുക്കുന്നതാണ് പൊരിച്ച കോഴി. നോ കോംപ്രമൈസ്. രതീഷ് ഏട്ടാ, സന്ധ്യ.